അടുത്ത സ്വാധീനം സംഗീതത്തിലാണ് വരുന്നത്. പള്ളിപ്പാട്ടുകൾ എപ്പോഴും യൂറോപ്യൻ മ്യൂസിക്കാണ്. അതിന് നമുക്കൊരല്പം ഇഴയുന്ന പാട്ട്, കരയുന്ന പാട്ട് എന്ന് തോന്നത്തക്ക രീതിയിൽ എല്ലാ പാട്ടും അങ്ങനെ. ഇപ്പോൾ ഞായറാഴ്ചകളിൽ പള്ളിയുടെ പുറത്ത് നിന്ന് കേട്ടു നോക്കിക്കോ, ആ പാട്ടുകളുടെ ഈണം ഭാരതീയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മലയാളിയുടെ എന്ന് പറയാം, കേരളീയം എന്ന് പറയാം, ആ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ക്രിസ്ത്യാനികൾ വെച്ചാൽ ഈ മതപരിവർത്തനം ദൃഢവ്രതമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒളി അജണ്ടയായിട്ട് കൊണ്ടു നടക്കുന്ന ക്രിസ്ത്യാനികൾ. സാധാരണ ക്രിസ്ത്യാനിക്ക് ഒരു ചുക്കുമില്ല, അവന് സന്തോഷമായിട്ട് ജീവിച്ചു പോവുകയാണ്. പക്ഷേ ഈ ഉദയംപേരൂർ സുനഹദോസ് കൊണ്ടുവന്ന മാറ്റങ്ങൾ, അത് നേരെ തിരിച്ചായി പോയതിലുള്ള വിഷമം, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്ക് ഇത് എന്ത് ചെയ്യും? ഇങ്ങനെ എന്നോട് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ധരിച്ച അച്ഛൻ സംസാരിച്ചില്ലേ, അതുപോലെയുള്ള ആൾക്ക് അപ്പോൾ അവരുടെ ഫ്രസ്ട്രേഷനാണ് ഇത്തരം സാധനങ്ങളായിട്ട് പുറത്തു വരുന്നത്. അത് കുറച്ചൊന്ന് ഇതുപോലെ എഴുതിയൊക്കെ തീർക്കും, പിന്നെ അത് ക്ലിക്ക് ചെയ്യുന്നില്ല, അതിൻ്റെ പുതുമ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് കളയും, അടുത്തത് എന്തെങ്കിലും എടുക്കും. അപ്പോഴത്തേക്ക് വീണ്ടും ഹിന്ദുത്വം ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഒരു സ്റ്റെപ്പ് കൂടെ വെച്ചിട്ടുണ്ടാകും. ഇതിനെ തടയാൻ പറ്റുന്നില്ല. എന്ത് പറഞ്ഞ് തടയും? എല്ലാവരും ആചരിക്കും.